ചേർത്തല പള്ളിപ്പുറത്തെ കൊലപാതക കേസിൽ തെളിവെടുപ്പിനിടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി. തെളിവെടുപ്പിൽ അസ്ഥികൾ കണ്ടെത്തി. സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളം വറ്റിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് പറഞ്ഞു. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, തെളിവെടുപ്പ് തുടരുകയാണോ? വിവരങ്ങൾ. ക്രൈംബ്രാഞ്ചിന്റെ പോലീസിന്റെ ക്രൈംബ്രാഞ്ചിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്കിപ്പോൾ കാണാം JCB ഉപയോഗിച്ചുകൊണ്ട് പുരയിടം പൂർണ്ണമായിട്ടും കുഴിച്ച് ആ ഭാഗത്ത് നിന്നും മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമോ എന്നുള്ളൊരു പരിശോധനയാണ് പോലീസ് നടത്തി വരുന്നത്. നേരത്തെ ഈ ഭാഗത്ത് നിന്നും മനുഷ്യ ശരീര അവശിഷ്ടമെന്ന് സംശയിക്കുന്ന ചില അസ്ഥികളും മറ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ DNA ഫോറൻസിക്കിൻ്റെ ഒക്കെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതെന്താണ് എന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ. നേരത്തെ ജൈനമ്മയുടേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടം കിട്ടിയ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും പരിശോധന നടക്കുന്നത്. ഈ ഭാഗം കേന്ദ്രീകരിച്ച് ഈ വീടിൻ്റെ ഏതാണ്ട് തെക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നേരത്തെ ഏതാണ്ട് 12 മണിക്ക് ശേഷം സെബാസ്റ്റ്യനെയും കൊണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോടൊപ്പം ഈ വീടിനുള്ളിലാണ്. വീടിനുള്ളിൽ ടൈലും മറ്റും പൊളിച്ച് പരിശോധിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് 2-3 കുളങ്ങളുണ്ട്. ആ ഭാഗമൊക്കെ തന്നെ പോലീസ് വരും ദിവസങ്ങളിൽ പരിശോധിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 3 സ്ത്രീകളാണ് ഇപ്പോൾ ജൈനമ്മയുടെ കൂടാതെ ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നത്. ചേർത്തലയും പരിസരത്തുമായി സെബാസ്റ്റ്യൻ അടുത്ത ബന്ധമുള്ളവർ, ഇവരെയൊക്കെ കുറിച്ചാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്നത്. ആലപ്പുഴ അതോടൊപ്പം തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ചും ആലപ്പുഴ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ വിവിധ സ്റ്റേഷനിലുള്ള കേസുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നത്. ഷമി. ഷാജി, ഏതാണ്ട് 4 സ്ത്രീകളാണ് മിസ്സിംഗ് ആയി പോലീസിൻ്റെ ലിസ്റ്റിൽ ഉള്ളത്. ഇന്നിപ്പോൾ ഈ അസ്ഥി കണ്ടെത്തിയത് സംബന്ധിച്ച് ഇനി കൂടുതൽ വിവരങ്ങൾ ഇയാളെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ലഭിക്കും, അതല്ലെങ്കിൽ ഫോറൻസിക് പരിശോധന വേണ്ടിവരും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അയാളെ ചോദ്യം ചെയ്യുന്ന കഴിഞ്ഞ 1-2 ആഴ്ചയിലധികമായിട്ട് പോലീസും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചും ഒക്കെ തന്നെ ചോദ്യം ചെയ്തു. 2006 ശേഷം സിന്ധു പത്മനാഭനെ കാണുന്നില്ല എന്ന സംബന്ധിച്ചുള്ള അന്വേഷണത്തിനും ഇയാളെ ഒട്ടനവധി തവണ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ നിന്നൊന്നും കാര്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടം ഇവിടെ നിന്ന് ലഭിച്ചത്. അതിനുശേഷം അവർ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഈ സംഭവ സ്ഥലത്തെത്തുകയും ഇപ്പോൾ JCB മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഈ വീടും പരിസരവും ഒക്കെ തന്നെ കുഴിച്ച് പരിശോധന നടത്തി വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, തഹസിൽദാരുണ്ട്, ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ ഭാഗത്തായിരിക്കണം ഇയാൾ ശരീരങ്ങൾ സ്ത്രീകളുടെ നിന്ന് സംശയിക്കുന്ന ശരീരങ്ങളൊക്കെ തന്നെ മറവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള 2-3 സ്ത്രീകളെ കാണാനുണ്ട്. ആ സ്ത്രീകളുടെ ശരീരം ഒക്കെ തന്നെ കൊലപ്പെടുത്തി ഇവിടെ മറവ് ചെയ്തു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞതനുസരിച്ച് ഈ ഭാഗത്തിപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തി വരുന്നത്. JCB മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫോറൻസിക്കിൻ്റെ വിദഗ്ധരുമൊക്കെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ഈ ഭൂമിയുടെ പല ഭാഗത്തും കുഴിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. നേരത്തെ ശേഖരിച്ച സാമ്പിളുകളിൽ മനുഷ്യ ശരീരാവശിഷ്ടമെന്ന് സംശയിക്കുന്ന എന്തോ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ആരുടേതാണെന്നോ എന്താണെന്നോ ഉള്ള സംബന്ധിച്ച് ഇനി ഫോറൻസിക്കിൻ്റെ DNA പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 2 മണിക്കൂറായിട്ട് ഈ പുരയിടം ഇയാൾ താമസിച്ചിരുന്ന വീടിൻ്റെ തെക്ക് ഭാഗത്ത് JCB ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഷാജഹാനാണ് ആലപ്പുഴ നിന്ന് വിവരങ്ങൾ നൽകിയത്.